ഹനുമാന് ശാപം കിട്ടിയ കഥ അറിയുമോ കൂട്ടുകാരെ? കിഷ്കിന്ധമെന്ന പർവ്വതപ്രദേശത്ത് ഒരു ദിവസം ദിവ്യശക്തികളോടുകൂടിയ ഒരു കുഞ്ഞ് ജനിച്ചു. അവന്റെ പേര് ഹനുമാൻ. അഞ്ജനയും കേസരിയും അദ്ദേഹത്തിന് മാതാപിതാക്കളാണ്. എന്നാൽ അദ്ദേഹത്തിന് ആകാശത്തിലെ വായുവിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള വായുദേവന്റെ അനുഗ്രഹവും ഉണ്ടായിരുന്നു. ഹനുമാൻ ഒരു സാധാരണ കുട്ടിയല്ലായിരുന്നു. അവനിൽ അതികായശക്തിയും അതിവേഗവും ഉജ്ജ്വലമായ കണ്ണുകളുമുണ്ടായിരുന്നു. ദേവതകളും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഒരു പ്രഭാതത്തിൽ ഹനുമാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ആകാശത്ത് ഒരു ചുവപ്പ് നിറമുള്ള പ്രകാശിച്ചൊളിക്കുന്ന വസ്തു കണ്ടു. അത് സൂര്യനായിരുന്നു. അവൻ പറഞ്ഞു, എന്തൊരു മനോഹരമായ പഴം! അതെനിക്ക് വേണം. ഹനുമാൻ ഉത്സാഹത്തോടെ തുള്ളി ഉയർന്ന് ആകാശത്തിലേക്ക് പറന്നു. കാട്ടുകിളികൾ, മേഘങ്ങൾ പോലും അവന്റെ പറക്കൽ കാണാനായി നിലച്ചു. ദൈവങ്ങൾ അത്ഭുതത്തോടെ നോക്കി. പക്ഷേ ദൈവങ്ങൾ ഭയപ്പെട്ടു. അവൻ സൂര്യനെ തിന്നാൽ ലോകം ഇരുണ്ടതാകുമോ എന്ന ഭയം. ഇന്ദ്രൻ, ദേവതകളുടെ രാജാവ്, തന്റെ വജ്രായുധം ഹനുമാന്റെ മേൽ എറിഞ്ഞു. അതു അവന്റെ താടിയിൽ ബലമായി ഇടിച്ചു. ഹനുമാൻ ഭൂമിയിലേക്ക് വീണ് അനാഥനായി. വായുദേവൻ തന്റെ മകനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ ദുഃഖം കൊണ്ട് കനിഞ്ഞുപോയി. ക്രോധത്തിൽ അദ്ദേഹം ലോകത്തിലെ മുഴുവൻ വായുവും പിൻവലിച്ചു. ലോകം നിശബ്ദമായി. ആരും ശ്വസിക്കാൻ കഴിയാതെ തുടങ്ങി. ദേവതകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വായുദേവനോട് ക്ഷമ ചോദിച്ചു. ഹനുമാന്റെ ഭീഷണി മാറ്റാൻ അവർ അദ്ദേഹത്തെ മുഴുവൻ ശക്തികളാൽ അനുഗ്രഹിച്ചു. ബലവും ജ്ഞാനവും ധൈര്യവും രൂപം മാറ്റാനുള്ള കഴിവും ദൈവീക സംരക്ഷണവും. പക്ഷേ അവർ ഒരു ശാപം കൊടുത്തു. നിനക്ക് നിന്റെ ശക്തികൾ മറന്നിരിക്കും. ആരെങ്കിലും നിനക്കത് ഓർമ്മിപ്പിച്ചാലേ അത് പുനരുദ്ധരിക്കുകയുള്ളൂ. അങ്ങനെ ഹനുമാൻ വളർന്നത് ഭക്തിയോടെയും വിനയത്തോടെയും കൂടിയവനായി. ശ്രീരാമന്റെ സേവകനായി പിന്നീട് സീതയെ കണ്ടെത്താനുള്ള ദൗത്യത്തിൽ ജാംബവാൻ ഹനുമാന്റെ ഉള്ളിലെ ദൈവീയ ശക്തി ഒന്ന് ഓർമ്മിപ്പിച്ചു. അത് കേട്ടപ്പോൾ ആകാശം വീണ്ടും കണ്ണിറുക്കിയ പോലെ ആവേശിച്ചു. ഹനുമാൻ തന്റെ യഥാർത്ഥ പരാക്രമം തിരിച്ചുപിടിച്ചു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി കൂട്ടുകാരെ? ശരീരത്തിലും വേഗത്തിലും മാത്രമല്ല, ശ്രദ്ധ, ഭക്തി, വിനയം, ആ ശക്തിയെ നന്മയ്ക്കായി ഉപയോഗിക്കുക, അതാണ് ഹനുമാന്റെ മഹത്വം.